5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെ 4 സ്റ്റാറിലോ 5 സ്റ്റാറിലോ അങ്ങനെ റൂമിൽ താമസിക്കുന്നത്. നമുക്ക് ബാത്റൂമിൽ കയറണം. ബാത്റൂമിൽ കയറാൻ നേരത്ത് ചെയ്യേണ്ട, ബാത്റൂം എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലുള്ള സാധനമാണല്ലോ. നമ്മളെ ഈ വെളിയിലത്തുള്ള നമ്മുടെ മുറിയുടെ മെയിൻ ഡോറ് അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഡോർ ഒരു കാരണവശാലും നമ്മൾ അടയ്ക്കരുത്. കാരണം എന്താണെന്ന് അറിയാം, ഇത് പല പ്രാവശ്യം പലർക്കും പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരിക്കൽ എൻ്റെ വൈഫ് വെളിയിൽ, അതിൽ പിന്നെ ഞാൻ അടയ്ക്കാത്തത്, എനിക്ക് തോന്നുന്നത് അത് മലേഷ്യ കോലാലംപൂരിലാണെന്ന് തോന്നുന്നു, ഞാൻ താമസിക്കുമ്പോൾ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കുളിക്കാനായിട്ട് കയറി, ഞാൻ ഈ വാതിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ വൈഫ് മുറിക്കകത്ത് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം കുറേ കഴിഞ്ഞപ്പോഴും ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊട്ടി നോക്കിയപ്പോൾ ഞാൻ എൻ്റെ കൊട്ടിൻ്റെ ശബ്ദം കേട്ട് മനസ്സിലാക്കി അത് വെളിയിൽ കേൾക്കത്തില്ലേ സാധാരണഗതിയിൽ. കേട്ടിട്ട് ആണ് അത്. ഫോൺ ഞാൻ എടുത്തിട്ടില്ല, ഫോൺ മുറിയിലിരിക്കുക. അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടോ എങ്ങനെയോ ഒരു സംശയം തോന്നി. അവിടെ വാതിൽ വന്ന് വിളിച്ചു ചോദിച്ചു, എന്താ എന്നെ വിളിച്ചോന്നും കാണാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വാതിൽ തുറക്കാൻ പറഞ്ഞു. അങ്ങനെ വെളിയിൽ നിന്ന് ആ വാതിൽ തുറന്നുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ ആരെങ്കിലും മുറിയിലുണ്ടെങ്കിൽ നമുക്ക് ഇത് അടയ്ക്കാം. മുറിയിലില്ലെങ്കിൽ, മുറിക്കുള്ളിൽ ആരെങ്കിലും ഇല്ല, നമ്മുടെ കൂടെയുള്ള ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ബാത്റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്യരുത്. ചെയ്തു പോയി ഒരുപാട് പേര് കുടുക്കിയിട്ടുണ്ട്, ഒരുപാട് പേരകത്ത് കയറിയിട്ടുണ്ട്. ഇതാരും ശ്രദ്ധിക്കാൻ കാണത്തില്ല ഒരിക്കലും. അല്ലെങ്കിൽ ഫോണും കൊണ്ട് വേണം കയറാൻ. നമുക്ക് ആരെങ്കിലും വിളിച്ചു പറയണം, ഫോൺ വിളിച്ച് പറയണം. ഇങ്ങനെ പറ്റും, പലപ്പോഴും പറ്റും. നമുക്ക് അതുകൊണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞവരാണ് ഈ ലിഫ്റ്റിന്റെ കാര്യമൊക്കെ. പിന്നെ ലിഫ്റ്റിനകത്ത് പലപ്പോഴും ഈ മൊബൈലൊക്കെ വർക്ക് ചെയ്യത്തില്ല, മൊബൈൽ ഫോണൊന്നും റേഞ്ച് കാണത്തില്ല. അതുകൊണ്ട് ഇത് വിളിച്ചാലൊന്നും ആർക്കെങ്കിലും കിട്ടുമോ കിട്ടാതിരിക്കുകയോ ഒക്കെ ഉണ്ടാവാം. പിന്നെ മിക്കവാറും ലിഫ്റ്റിലൊക്കെ അതിലൊരു ഫോൺ തന്നെ ഉള്ളതാണ്, അതും വർക്ക് ചെയ്യാത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ. അതുകൊണ്ട് കഴിയുന്നതും ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലിഫ്റ്റിൽ പോയി കയറരുത്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പ്രവർത്തിക്കുകയെങ്കിലും ചെയ്യാം. അതൊന്നുമില്ലാതെ ഇതേപോലെ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ പാനിക്കായി പോകും, ഒന്നും ചെയ്യാനായിട്ട്. അതൊരു കേടായ ലിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിൽ കയറാവൂ. ഈ ലിഫ്റ്റ് ഒന്നാമത് അവിടെ ക്ലോസ് ചെയ്തേക്കുന്ന ലിഫ്റ്റ് നോട്ട് വർക്കിംഗ് എന്ന് ബോർഡ് വെക്കണമായിരുന്നു. അതൊന്നും ചെയ്തില്ല. അതൊക്കെ ചെയ്യാതിരുന്നത് വളരെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് ഇവർ കാണിച്ചത്. കാരണം ഇതുപോലെ പബ്ലിക്കിന്റെ ജീവൻ ഒരു വിലയും കൊടുക്കുന്നില്ല ഈ സ്ഥാപനത്തിൽ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇത് തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത്. ഇനിയും ഉണ്ടാവും, നമുക്കൊന്നും പറയാനൊക്കത്തില്ല. വേറെ ഇതിലും അതിദാരുണമായ ഒരു മരണം കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു അപകടം നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത്. ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥർ അനാസ്ഥ എന്ന് പറയുന്നത് വളരെ വലുതാണ്.